ഇതിന് മുമ്പത്തെ ബുക്സിൻ്റെയൊക്കെ റിലീസ് സമയത്ത് വരാൻ, പക്ഷേ എന്തുകൊണ്ടോ സാധിച്ചിട്ടില്ല. ഏതായാലും രവിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് ഒരു എൻസൈക്ലോപീഡിയ. പറഞ്ഞ മാതിരി ഏത് സമയത്ത് എന്ത് സംശയം ചോദിച്ചാലും ഒന്ന് ഓർക്കേണ്ട ആവശ്യം പോലില്ല, അപ്പം തന്നെ ഉടനെ തന്നെ പറഞ്ഞുതരും. അപ്പം അത്രയും മാത്രം ഓർമ്മശക്തി അദ്ദേഹത്തിൻ്റെ നമുക്ക് പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ട് എനിക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ അറിയില്ലായിരുന്നു. പലതും രവി പറഞ്ഞു തന്നാണ് ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് ഒരു സ്വരലയം സെഗ്മെന്റിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട് രവി, എന്നെന്നും നന്ദിയുണ്ട് അതിന്. അതുപോലെ ഇന്ന് ഈ ഫംഗ്ഷൻ എന്നെ ക്ഷണിച്ചതും ONV സാറിൻ്റെ കൈകൊണ്ട് ആ ബുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് അതിയായ സന്തോഷം. പിന്നെ വേറൊരു പ്രത്യേകത പറയേണ്ടത്, ഈ എല്ലാ ബുക്സിനകത്തും അവരെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ, ഓരോ സംഗീതജ്ഞരെ കുറിച്ചുള്ള ഇൻഫർമേഷൻ മാത്രമല്ലാതെ അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പല കാര്യങ്ങളും, രസകരമായ ചില കോട്ട്സും ചില ഇൻസിഡൻറ്റുകളൊക്കെ നല്ലോണം എഴുതിയിട്ടുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. ജാനകിയമ്മയുടെയൊക്കെ ഒരു ബുക്ക് വായിക്കുമ്പോൾ അതിനകത്ത് ജാനകിയമ്മയ്ക്ക് അസുഖം വെച്ചിട്ടാണ് എത്ര ബുദ്ധിമുട്ടിയാണ് ഓരോ പാട്ടുകൾ ചില സമയത്ത് പാടിയിട്ടുള്ളതെന്ന് നമുക്ക് കേൾക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല, പക്ഷെ അത് വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വളർന്നു വരുന്ന തലമുറയ്ക്ക് ഈ ബുക്ക് ഒരുപാട് ഒരുപാട് അറിവ്, നമ്മുടെ പൂർവികരെ കുറിച്ചുള്ള ഒരുപാട് അറിവ് ഇതിൽ നിന്ന് ലഭിക്കും. ഇതുപോലത്തെ ഇനിയും വർക്കുകൾ രവിയുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ഉണ്ടാവട്ടെ. അതിനുള്ള ശക്തി ദൈവം തരട്ടെ. രവിക്കും രവിയുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേരുന്നു. ഞാൻ രവിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടിൻ്റെ 4 വരി പാടാം. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി മാറി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി മാറി. വെയിലും മണ്ണിലും പുല്ലിലും പൂവിലും വർണ്ണച്ചിറകുമായി പാറി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി